നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണയുടെ രക്ഷകൻ ബാലൻ മാമൻ അവതരിച്ചു. വന്നപാടെ മാധ്യമങ്ങളോടും കേന്ദ്രത്തോടും രണ്ട് ചാട്ടം. കേന്ദ്ര അന്വേഷണ ഏജൻസി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എക്സാലോജിക്കിൽ അന്വേഷണം ആരംഭിച്ചതോടെ മുഖ്യൻ യുദ്ധഭൂമിയിലേക്ക് ഭടന്മാരെ ഓരോരുത്തരെയായി ഇറക്കി തുടങ്ങി. മെഴുകൽ അടങ്കലെടുത്തിരിക്കുന്ന AK ബാലനും MV ഗോവിന്ദനും മെഴുകൽ തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് നേരെയാണ് ആക്രമണമെന്നാണ് CPM വിലയിരുത്തിയിരിക്കുന്നത്. വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അവഹേളിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് AK ബാലന്റെ വിശദീകരണം. ഫെബ്രുവരി 12-ാം തീയതി ഹൈക്കോടതി പരിഗണിക്കുന്ന കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം 6 അംഗ സംഘത്തെ വീണ്ടും അന്വേഷണത്തിന് വെക്കുകയാണ്. 3 അംഗ സംഘം നിലവിൽ അന്വേഷണം നടത്തുന്നതിന് പുറമെയാണിത്. കേന്ദ്ര ഏജൻസികൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുടെ പരിഹാസ്യമായ തെളിവാണിത്. ഒരു മനുഷ്യനെ, കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണിത്. ഇതിന് പിന്നിൽ ശക്തികളുണ്ട്. പൊതുസമൂഹത്തിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൽ വ്യക്തത വരും, AK ബാലൻ പറഞ്ഞു. വിഷയത്തിൽ അഴിമതി ആരോപിച്ച് വിജിലൻസ് കോടതിയിൽ ഒരു പരാതി എത്തി. അത് കോടതി തള്ളി. അതിനെതിരായ ഒരു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിലുണ്ട്. മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരെ ഒരു നോട്ടീസ് പോലും ഹൈക്കോടതി ഇതുവരെ അയച്ചിട്ടില്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി 6 അംഗ കമ്മീഷനെ വെച്ചത്? എങ്ങനെ വേട്ടയാടിയാലും പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ പ്രതികൂലമായ വിധി ഉണ്ടാക്കാൻ കഴിയില്ല, AK ബാലൻ പറഞ്ഞു. അതേസമയം വീണയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നൽകുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണെന്ന് ചില വാദങ്ങൾ വരുന്നു. BJPയിൽ ചേർന്ന PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ഇടപെടലിന്റെ ഫലമാണ് തീരുമാനം. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് ഏജൻസികൾ വഴിപ്പെടില്ല. ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനുവേണ്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി ഷോൺ ജോർജ് പോയത്. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള 8 മാസം പിണറായി കുടുംബത്തിന് നിർണായകമാണ്. വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം കത്തിപ്പുകയവേ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഏജൻസിയാണ് ഇത്. മറ്റന്വേഷണ സംവിധാനങ്ങൾക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണം പിണറായിക്കും മകൾക്കും നിർണായകമാണ്. ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കാൻ സാധ്യതയേറെയാണ്. വീണയെ ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡല്ലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉൾപ്പെടും. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി നിശ്ചയിച്ചതായി ഉത്തരവിൽ അറിയിച്ചു. ഇപ്പോഴുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. 8 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. എക്സാലോജിക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ആരോപണം ഉയർന്നതിനെ പറ്റി നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ തന്റെ കൈകൾ ശുദ്ധമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര അന്വേഷണമെന്ന് CPM കുറ്റപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും വരുന്നു എന്നതാണ് വസ്തുത.